നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സി എസ് കെക്ക് കിട്ടിയത് മുട്ടൻ പണിയാണ്. ടോപ്പ് 4-ൽ കയറാമെന്ന പ്രതീക്ഷയ്ക്ക് വലിയ തിരിച്ചടി. ഇനിയും സാധ്യതകളുണ്ട്, പക്ഷേ ഒട്ടും എളുപ്പമല്ല. മിച്ചൽ മാർഷിൻ്റെ ഇന്നിങ്സ് പൊള്ളിച്ചടുക്കി അദ്ദേഹം കുതിച്ചു പാഞ്ഞപ്പോൾ സി എസ് കെയുടെ ബൗളർമാർ നിഷ്പ്രഭരായി. സെഞ്ചുറി അദ്ദേഹം അർഹിച്ചിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വല്ലാത്തൊരു രൂപത്തിലായിപ്പോയി ആ ഒരു ഔട്ട്. ഏതായാലും 90 റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. 38 പന്തിൽ 9 4 7 6 അടക്കം 90 റൺസ് മിച്ചൽ മാർഷ് അടിച്ചപ്പോൾ 20 പന്തുകൾ ശേഷിക്കെയാണ് LSG വിജയത്തിലേക്ക് കുതിച്ചെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 187 റൺസ് അടിച്ചപ്പോൾ 16.4 ഓവറുകളിൽ 3 വിക്കറ്റിന് വിജയലക്ഷ്യം മറികടന്ന് 7 വിക്കറ്റിൻ്റെ ഗംഭീര വിജയമാണ് LSG നേടിയിരിക്കുന്നത്. സി എസ് കെയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മികച്ച രൂപത്തിലല്ല കാര്യങ്ങൾ നീങ്ങിയത്. ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ട് 4ാമത്തെ ഓവറിൽ മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 31 റൺസ്. ഋതു 9 പന്തുകളിൽ നിന്ന് 2 ഫോറുകളുടെ സഹായത്തോടെ 13 റൺസാണ് അടിച്ചത്. ആകാശ് സിംഗിൻ്റെ കിടിലൻ ബൗളിംഗ് ആയിരുന്നു. അദ്ദേഹത്തെ അടിക്കാനുള്ള ശ്രമത്തിൽ നിക്കോളാസ് പൂറൻ പിടിച്ചു പുറത്താവുകയായിരുന്നു ഋതുരാജ് ഗെയ്ക്വാദ്. പിന്നാലെ സഞ്ജു സാംസൺ കൂടി മടങ്ങിയതോടെ സി എസ് കെയുടെ ഇന്നിങ്സ് ഓൾറെഡി വേഗക്കുറവായിരുന്നു, വലിയ തിരിച്ചടിയിലേക്ക് വീണു. 20 പന്തുകളിൽ നിന്ന് 3 ഫോർ സഹായത്തോടെ 20 റൺസാണ് സഞ്ജു അടിച്ചത്. ആകാശ് സിംഗിൻ്റെ പന്തിൽ മുകുൾ ചൗധരി പിടിച്ചു പുറത്തായി. ഉർവിൽ പട്ടേൽ, കഴിഞ്ഞ കളിയിലെ ഹീറോ ഉർവിൽ പട്ടേലിനെയും ആകാശ് സിംഗ് മടക്കി 7 പന്തിൽ 6 റൺസാണ് അടിച്ചിരുന്നത്. എന്നാൽ കാർത്തിക് ശർമ്മയും ഡേവിഡ് ബ്രവിസും ചേർന്ന് മുന്നോട്ട്. കാർത്തിക് ശർമ്മ തുടക്കത്തിൽ പതിയെ പോയി, പിന്നീട് ആഞ്ഞടിക്കുന്നതാണ് കണ്ടത്. ബ്രവിസ് 16 പന്തിൽ 25 റൺസ് അടിച്ച് മടങ്ങി. മുഹമ്മദ് ഷമിയുടെ പന്തിൽ ആകാശ് സിംഗ് പിടിക്കുകയായിരുന്നു. കാർത്തിക് ശർമ്മയാവട്ടെ ഷഹബാസ് അഹമ്മദിൻ്റെ പന്തിലാണ് ഒടുവിൽ വീഴുന്നത്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം 42 പന്തുകളിൽ നിന്ന് 6 ഫോറും 5 സിക്സും അടക്കം 71 റൺസ് അടിച്ച് വളരെ മികച്ച ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചിരുന്നു. പിന്നെ പ്രശാന്ത് വീറും ശിവൻ ദ്യൂബയും ചേർന്നുകൊണ്ട് വളരെ പതിയെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ അവസാനത്തെ 4 പന്തിൽ നിന്ന് 20 റൺസ് അടിച്ചു കൂട്ടിക്കൊണ്ട് ശിവൻ ദ്യൂബ് 16 പന്തിൽ നിന്ന് 32 റൺസിലേക്ക് എത്തിയപ്പോൾ പ്രശാന്ത് വീർ 10 പന്തിൽ നിന്ന് 13 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. ഏതായാലും ഒടുവിൽ 20 ഓവറിൽ 187 റൺസ്. ആകാശ് സിംഗിൻ്റെ ബൗളിംഗ് എടുത്തു പറയണം. 4 ഓവറിൽ 26 റൺസിന് അദ്ദേഹം 3 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. ഏതായാലും സ്കോർ ബോർഡിൽ 188 ചേസ് ചെയ്യുക എന്നുള്ളത് ഈ പിച്ചിൽ ഒട്ടും ബുദ്ധിമുട്ടായിരുന്നില്ല. ഡ്യൂ കൂടി ആയപ്പോൾ കാര്യങ്ങൾ LSGക്ക് അനുകൂലമായിട്ട് മാറി. മിച്ചൽ മാർഷും ജോഷ് ഇംഗ്ലീഷും ചേർന്നുകൊണ്ട് വെടിക്കെട്ട് തുടക്കം. കഴിഞ്ഞ കളിയിൽ ഇംഗ്ലീഷാണ് പൊളിച്ചടുക്കിയതെങ്കിൽ ഈ കളിയിൽ മിച്ചൽ മാർഷാണ് കാര്യം ഏറ്റെടുത്തത്. തലങ്ങും വിലങ്ങും അവരുടെ ബൗളർമാർ കടികിട്ടി. അൻഷുൽ കമ്പോജിനൊക്കെ എടുത്തിട്ടങ്ങലക്കുകയായിരുന്നു. അവിടെ കൈവിട്ടു പോയി സി എസ് കെക്ക് കാര്യങ്ങൾ. ഒടുവിൽ ജോഷ് ഇംഗ്ലീഷ് മടങ്ങുമ്പോഴേക്കും സ്കോർ ബോർഡിൽ 135 റൺസ് എത്തിക്കഴിഞ്ഞിരുന്നു. 32 പന്തിൽ നിന്ന് 36 റൺസാണ് അദ്ദേഹം അടിച്ചത്. മിച്ചൽ മാർഷ് തൊട്ടു പിന്നാലെ വളരെ ദൗർഭാഗ്യകരമായ രൂപത്തിൽ ഔട്ടാവുകയായിരുന്നു. മുകേഷ് ചൗധരിയുടെ പന്തിൽ നിക്കോളാസ് പൂറൻ അടിക്കാനുള്ള ശ്രമം മുകേഷ് ചൗധരിയുടെ കയ്യിൽ കൊണ്ട് നോൺ സ്ട്രൈക്കർ എൻഡിലിന് ക്രീസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ മിച്ചൽ മാർഷ് റൺഔട്ട് ആവുകയായിരുന്നു. സെഞ്ചുറിയിലേക്ക് അദ്ദേഹം എത്തുന്നത് കാണാൻ വേണ്ടി കാത്തിരുന്ന ആരാധകർക്ക് നിരാശ. പക്ഷേ ഗംഭീരമായ ഇന്നിങ്സിൽ സി എസ് കെയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. 38 പന്തുകൾ 9 ഫോറും 7 സിക്സും അടക്കം 236.84 സ്ട്രൈക്ക് റേറ്റിൽ 90 റൺസാണ് അദ്ദേഹം അടിച്ചത്. നിക്കോളാസ് പൂറിനൊപ്പം അബ്ദുൾ സമദ് സിക്സർ അങ്ങ് പറത്തി. പക്ഷേ സ്പെൻസർ ജോൺസൺ തൊട്ടടുത്ത പന്തിൽ സ്റ്റമ്പ് വിളക്കി. 7 റൺസാണ് അബ്ദുൾ സമദ് അടിച്ചത്. അപ്പോൾ 144-3 സി എസ് കെ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുകയാണോ എന്ന് തോന്നി. പക്ഷേ നിക്കോളാസ് പൂറൻ തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന കാഴ്ച. 4 സിക്സറുകൾ, 17 പന്തിൽ 1 ഫോറും 4 സിക്സും അടക്കം 32 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താതെ നിന്നു. മുകുൾ ചൗധരി 13 റൺസുമായിട്ടും പുറത്താകാതെ നിന്നു. ഒടുവിൽ 16.4 ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്നുകൊണ്ട് LSG അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ സി എസ് കെക്ക് കൊടുക്കാവുന്ന പരമാവധി പണി, മുട്ടം പണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.